സജിമോനെ, ലീന മോളെ, എഴുന്നേറ്റ്. ഗുഡ് മോർണിംഗ് മമ്മി. മമ്മി എവിടെ നാണിയമ്മേ? മമ്മിക്ക് നല്ല സുഖമില്ല. എന്താ അസുഖം? ഏതാണ്ട് പനിയാണെന്നാ തോന്നണത്. സജി വാ, മമ്മിക്ക് എന്താണെന്ന് നോക്കാം. മമ്മി, മമ്മിക്ക് എന്താ അസുഖം? പനിയാണോ മമ്മി? ഇല്ല മോളെ. പിന്നെ എന്തിനാ മമ്മി കരയുന്നത്? ഒന്നുമില്ല. കുഞ്ഞെ, കാപ്പി ഇപ്പൊ വേണ്ട നാണിയമ്മേ. കുട്ടികളെ ഒരുക്കി സ്കൂളിൽ വിടാൻ നോക്ക്. ചെല്ലു മക്കളെ. കാപ്പി ഇവിടെ ഇരിക്കുന്നു. ഹലോ, IG ഓഫീസല്ലേ? SP ബാലചന്ദ്രനാണ്. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കണക്ട് ചെയ്തു തരും. ഗുഡ് മോർണിംഗ് സർ. എനിക്ക് നല്ല സുഖമില്ല. 2 മാസം ലീവ് വേണമായിരുന്നു. ലീവ് ലെറ്റർ ഞാൻ ഉടനെ അയച്ചേക്കാം. താങ്ക് യു സർ. ചിറ്റപ്പനെ മുറിയിൽ കണ്ടില്ലല്ലോ. എവിടെ പോയി? ആ, വല്ലയിടത്തും പോയതായിരിക്കും. നമ്മളോട് പറയതല്ലേ പോയത്. ഇനി ചിറ്റപ്പ വരുമ്പോ ഞാൻ മിണ്ടത്തില്ല. ഞാനും മിണ്ടത്തില്ല. തല്ലി വേക്കടാ. അല്ല, ഇതാര് കുമാരനോ? പിന്നെ ജയിലിലൊന്നും പോയില്ലേ? ആരെങ്കിലും തട്ടാതെ പോകാൻ പറ്റുമോ? പറ്റിയ ഒരാളെ നോയിക്കൊണ്ടിരിക്കുക. അല്ല, അമ്മാവനോ? കണ്ടിട്ട് വളരെക്കാലമായല്ലോ. ഇപ്പൊ നിങ്ങളെ കൊണ്ട് കാണണമെന്ന് തോന്നി. വീട്ടുകാർക്ക് എവിടെ? വീട്ടുകാരി മുകളിലത്തെ മുറിയിലുണ്ട്. നല്ല സുഖമില്ലാതിരിക്കുകയാണ്. ഇവൻ ഇവിടെ മനസ്സിലായില്ലേ? എന്റെ മോള് ഉഷ. നീ കാണുമ്പോ അവൾ ഇത്രേ ഉള്ളു. ആ, അമ്മാവൻ ഇരിക്കൂ. ഇരിക്കൂ അമ്മായി. എന്നോട് എന്താ ബാലേട്ടൻ ഇരിക്കാൻ പറയാത്തത്? ഉഷയും ഇരിക്കൂ. നമ്മുടെ ബാബു ഇപ്പൊ എവിടെയാണ്? അവൻ മെഡിസിൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ഇവിടെ ടൂർ പോയിരിക്കുകയാണ്. നിങ്ങൾ എവിടെ പോയിട്ട് വരുന്നു? ഞങ്ങളൊന്ന് ബാംഗ്ലൂരിൽ പോകാൻ ഇറങ്ങിയതാ. എന്തിനാ? ഒന്നും പറയണ്ട ബാല. ഈ മനുഷ്യൻ തൊട്ടതെല്ലാം വെള്ളത്തിലാ. ഇനിയിപ്പോ ബാംഗ്ലൂരിൽ ഒരു കുറിക്കമ്മി തുടങ്ങാമെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുക. ഏതായാലും എല്ലാരും കൂടി ആദ്യമായിട്ട് വരികയല്ലേ. 2 ദിവസം കഴിഞ്ഞിട്ട് പോകാം. ബാലേട്ടൻ ഇന്ന് ഓഫീസിൽ പോണ്ടേ? വേണ്ട, ഞാൻ 2 മാസത്തേക്ക് ലീവ് എടുത്തിരിക്കുകയാണ്. റിയലി? യെസ്. ഓ ഫൈൻ. ബാലേട്ടന് എത്ര കുട്ടികളാണ്? 3. ഒരു പെണ്ണും 2 ആണും. ബാലേട്ടാ, ഇനി നിർത്തണം കേട്ടോ. ഓടി, നിനക്ക് തമാശ പറയാനുണ്ട് ആള്. അവള് കൊച്ചു കുഞ്ഞല്ലേ, എട്ടും പൊട്ടും തിരിയുമോ? കുമാരാ, ഈ പെട്ടിയെടുത്ത് ഗസ്റ്റ് റൂമിൽ കൊണ്ടു നോക്കിയേ. ഞങ്ങൾ എന്ന് ഇന്ദുവിനെ കണ്ടിട്ട് വരാം. സുഖമില്ലാതെ കിടക്കുകയല്ലേ. മോള് വാ.
ബുദ്ധിമുട്ടാക്കണ്ട, കിടന്നോളൂ. ഞങ്ങളെ മനസ്സിലായില്ലായിരിക്കും. ഇവളുടെ അച്ഛൻ ബാലേന്ദ്രന്റെ അമ്മാവനാ. അമ്മാവൻ? മിസ്റ്റർ മാങ്ങാണ്ടിക്കൽ മാധവക്കുറുപ്പ്. ഇപ്പൊ മനസ്സിലായി. ഇരിക്കൂ. ഇവളുടെ അച്ഛൻ ബാംഗ്ലൂരില് ഒരു കുറുക്കമ്മി തുടങ്ങാൻ പോവാ. പോകുന്ന വഴിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് ഇവിടെ ഇറങ്ങിയതാ. എന്താ പേര്? ഉഷ. ആണായിട്ടും പെണ്ണായിട്ടും ഇവൾ ഒരുത്തിയേ ഉള്ളൂ. മഹാ കുസൃതിയാ. നല്ല വളർച്ചയുണ്ടല്ലോ. എന്താ അസുഖം? അസുഖം പ്രത്യേകിച്ചൊന്നുമില്ല. അതൊന്നുമല്ല. കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങള് അങ്ങനെയല്ലേ പറയൂ. ഇവിടെ വന്നപ്പോ നിനക്ക് സുഖമില്ലെന്ന് അറിഞ്ഞു. പിന്നെ നിന്നെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് ഞാനങ്ങ് പോകുന്നത് ശരിയാണോ? അത് സാരമില്ല എന്ന് നീ പറഞ്ഞാ മതിയോ? ഞാൻ നിന്റെ അമ്മായിയായി പോയില്ലേ? ഞങ്ങൾ 10 ദിവസം ഇവിടെ താമസിച്ച് നിന്റെ അസുഖമൊക്കെ മാറ്റിയിട്ടേ പോകുന്നുള്ളൂ. അയ്യോ, അത് വേണമെന്നില്ല. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചായിരിക്കും. അതൊന്നും ഓരോ ബുദ്ധിമുട്ടും ഇല്ല. അല്ല, മിണ്ടാതെ അനങ്ങാതെ അവിടെ കിടന്നോ. ഇവിടത്തെ സകല കാര്യങ്ങളും മണി പോലെ ഞങ്ങൾ നോക്കിക്കോളാം. മോളെ എഴുന്നേക്ക്, ചേച്ചി റെസ്റ്റ് എടുക്കട്ടെ. ഞങ്ങള് താഴെ ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മായിന്ന് ഒരു വിളി വിളിച്ചാ മതി. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ നിന്നാലെങ്ങനെ? ബാംഗ്ലൂർ പോകണ്ടേ? അതിന് കൈ കാശ് വേണ്ടേ? നീ ഒരു കാര്യം ചെയ്യും. ആരെന്തോട് ഒരു 10,000 രൂപ കടം വാങ്ങി എനിക്ക് ചോദിക്കാൻ നാണം. അതെന്താ? പണ്ട് ഞാൻ കുറച്ച് പണം വാങ്ങിയത് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. അല്ല, അതവൻ മറന്നു കാണും. ഞാൻ ഇച്ചിരി പണം വാങ്ങിച്ചു തരാം. പക്ഷെ ഒറ്റയ്ക്കങ്ങ് പോയാ മതി. അപ്പൊ നീ ഞാൻ ഇവിടെ നിൽക്കും. ഉഷയും കൊണ്ടോ? പിന്നെ അല്ലാണ്ട്. ഇവിടെ ബാലനും ഇന്ദുവും തമ്മിൽ ഇച്ചിരി പിണക്കത്തില്ല. നമ്മുടെ മോള് അതറിഞ്ഞു പെരുമാറിയാൽ ഒത്തു കിട്ടിയ നല്ല കോള. കണ്ടോ കണ്ടോ, ഉഷമോള് ബാലനുമായി സംസാരിക്കുന്നത് കണ്ടോ? എന്ത് വാടി അവളവനോട് ഇത്രയേറെ പറയുന്നത്? പറയേണ്ടതൊക്കെ അവള് പറഞ്ഞോളൂ. നിന്റെ മോളല്ലേ, താറാവിന്റെ കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കണ്ടല്ലോ. എടാ, അകത്ത് പോയി 2 കസേര എടുത്തോണ്ട് ഇവിടെ പറഞ്ഞു കേട്ടില്ലേ? അതേ എന്റെ പണിയല്ല. ആഹാ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമോ? ഞാൻ ഇപ്പൊ തന്നെ ബാലനോട് പറഞ്ഞ് നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുപിടി. അവനോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. പഴയ പുലിപ്പുള്ളിയാ. 2 അംഗത്തിനെ തട്ടിയവനാ. 3ാമത്തേലും നോക്കി നടക്കാ. കേട്ടോ ബാലേട്ടാ, ഞാൻ കോളേജ് ഡ്യൂട്ടി ആയിരുന്നു. എനിക്ക് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. നേരോ? യെസ്, കുറെ പേർ എനിക്ക് ലവ് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ എന്താ പറഞ്ഞെന്നറിയാമോ? എല്ലാവർക്കും ഓരോ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു കാണും. കളിയാക്കാതെ ബാലേട്ടാ, ഞാൻ അത്രയ്ക്ക് ചീപ്പാണോ? ഏയ് നെവർ. ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ. എല്ലാത്തിനും ഞാൻ വരട്ടി. എങ്ങനെ? എന്റെ കസിൻ ഒരു DSP ഉണ്ടെന്നും പറഞ്ഞ്. ഓ, കേട്ടോ ബാലേട്ടാ, ഈ പുരുഷന്മാരോട് സംസാരിക്കാൻ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ ബാലേട്ടനുമായി പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ എന്റെ പേടിയെല്ലാം പോയി. യു ആർ റിയലി ഗ്രേറ്റ് ആൻഡ് നൈസ്.